ഈ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാമത്തെ പ്രതിയെന്ന് പറയുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷനിലെ SHOയും സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടുള്ള എന്താണ് പേര്, മഹേന്ദ്ര സിംഹനാണ് ഈ കേസിനകത്ത് ഒന്നാമത്തെ പ്രതി. ശ്രീ മഹേന്ദ്ര സിംഹനോട് പറയാനായിട്ടുള്ളത്, സിംഹമൊന്നും ആകണ്ട, ഒരു മനുഷ്യനായിട്ടെങ്കിലും പെരുമാറിയിരുന്നെങ്കിൽ ഈ കൊലപാതകം ഉണ്ടാകുമായിരുന്നു. ഈ സിംഹൻ ഒരാഴ്ച മുൻപ് ചന്താമര സ്റ്റേഷനിലേക്ക് വന്നപ്പോ മുയലിനേക്കാൾ അനുസരണയുള്ള ഒരു ജീവജാലമായ ചന്താമരയുടെ അടുത്തേക്ക് ചെന്ന് ചന്താമരയ്ക്ക് പറയാനുള്ള ആവലാതികളെല്ലാം കേട്ട് സല്യൂട്ട് അടിച്ചില്ല എന്ന് മാത്രമുള്ള ബാക്കി എല്ലാ വിധേയത്വത്തിലും തിരിച്ചകത്തേക്ക് കയറിപ്പോയതിന്റെ പരിണിത ഫലമായിട്ടാണ് അഖിലയ്ക്കും അതുല്യയ്ക്കും അച്ഛനെ കൂടി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. പ്രിയപ്പെട്ട ശ്രീ K. ബാബു അദ്ദേഹം പറയുകയുണ്ടായി, ആ 2 കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. എന്ത് സംരക്ഷണമാണ് നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നത്? ആ കുഞ്ഞു പെൺകുട്ടികളുടെ അമ്മയും അച്ഛനും നഷ്ടമായതിനു ശേഷം അതിന്റെ അനാഥത്വം പേർന്ന ആ കുഞ്ഞുങ്ങളുടെ ഏത് തരത്തിലുള്ള രക്ഷകർത്തത്വമാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന് ഉറപ്പ് കൊടുക്കാനായിട്ടുള്ളത്? അവർക്ക് നഷ്ടമായ അച്ഛനെ നിങ്ങൾക്ക് തിരികെ കൊടുക്കുവാൻ കഴിയുമോ? അവർക്ക് നഷ്ടമായ അമ്മയെ തിരികെ കൊടുക്കുവാൻ കഴിയുമോ? അവർക്ക് നഷ്ടമായ അച്ഛമ്മയെ തിരികെ കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? പിന്നെ ഏത് തരം സംരക്ഷണമാണ് നിങ്ങൾ കൊടുക്കുമെന്ന് ഉറപ്പുവരുത്തുവാൻ ആഗ്രഹിക്കുന്നത്? നെന്മാറയിൽ മാത്രം തുടങ്ങി നെന്മാറയിൽ ഒതുങ്ങുന്നതല്ല. വടക്കൻ പരവൂർ കഴിഞ്ഞ ദിവസം കണ്ടതും ഇതിന് സമാനമായ സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകമാണ്. ഇതിലും നല്ലത് കൊലയാളികളുടെ കയ്യിലേക്ക് മനുഷ്യന്മാരെ പിച്ചിക്കീറുവാനുള്ള പിച്ചാത്തി കൂടി വെച്ചു കൊടുക്കുന്നതാണ് കേരള പോലീസ്. ഇതിനേക്കാൾ അഭികാമ്യം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. സർവത്ര ജാമ്യ വ്യവസ്ഥയും ലംഘിച്ചിട്ട് ഒരു പ്രതി, ഒരു കൊലപാതക കേസിനകത്ത് പ്രതിയായിട്ടുള്ളയാള്, ഇനിയും കൊല്ലുമെന്ന് നിരന്തരമായി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ആള് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നെന്മാറ പഞ്ചായത്തിലേക്ക് എത്താൻ കഴിയുക? അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാനസിക രോഗിയായ ഒരു കൊലപാതകിക്ക് എങ്ങനെയാണ് പഞ്ചായത്തിന്റെ പരിധി മാത്രം ജാമ്യവ്യവസ്ഥയിൽ ഉണ്ടാകുന്നത്? നെന്മാറ താലൂക്കിനകത്ത് പ്രവേശിക്കുവാൻ പാടില്ല എന്ന ജാമ്യവ്യവസ്ഥയ്ക്ക് വേണ്ടി ആ കുടുംബം കേണപേക്ഷിച്ചിട്ട് അതിന് ചെവിക്കൊള്ളാതെ പഞ്ചായത്തിനകത്ത് മാത്രം കയറാതിരുന്നാൽ മതി എന്ന ജാമ്യവ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരള പോലീസല്ലേ? നിങ്ങൾക്കെല്ലാം എല്ലാ മാസവും ഞങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് പൊതുഖജനാവിലേക്ക് കൊടുക്കുന്ന പണം, ആ പണം എടുത്ത് നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്ന എന്ത് കാര്യമാണുള്ളത്? ഈ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ പണം എടുത്തുകൊണ്ട് കുറെ കോലം കെട്ടിവെച്ചാൽ ആ കോലം കണ്ടിട്ട് കാക്കയെങ്കിലും അവിടെ എത്താതിരിക്കുന്ന സാഹചര്യമെങ്കിലും ഉണ്ടാകും. അങ്ങനെ പോലുമുള്ളൊരു പ്രയോജനം നിങ്ങളെ കൂടി നാട്ടിൽ ലഭിക്കും. ആ നാട്ടിലെ 120 പേർ എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്ന പരാതി ഈ സിംഹന്റെ കയ്യിലിരിക്കുമ്പോ സർക്കിൾ ഇൻസ്പെക്ടറായ സിംഹൻ